الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العظيم. ബഹുമാന്യരായ സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, ജീവിതത്തിൻ്റെ നാനാമേഖലകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും വിധി കൂട്ടുമാറാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന യഥാർത്ഥ സന്മാർഗികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, കുടുംബാദികൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ, നമ്മുടെ ഗുരുവര്യന്മാർ എല്ലാവർക്കും അല്ലാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുന്നതാണ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൻ്റെ ഏറ്റവും മഹത്തായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നാം ഇന്നിവിടെ ജുമുഅ നമസ്കാരത്തിന് വേണ്ടി സംഗമിക്കുമ്പോൾ 2 ദശലക്ഷത്തിലേറെ ഹാജിമാർ മിനയിൽ സമ്മേളിച്ചിരിക്കുകയാണ്. മഹത്തായ ഹജ്ജ് കർമ്മത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നാളെ അവർ ഉച്ചയോടെ അറഫയിൽ സംഗമിക്കുകയാണ്. അങ്ങനെ ഇനിയുള്ള ദിനങ്ങൾ ഹജ്ജിന്റെ മഹത്തായ അനുഷ്ഠാനങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ ആ ദിനങ്ങളിൽ ഹജ്ജിന്റെ മഹത്തായ കർമ്മങ്ങളോട് മനോവികാരങ്ങൾ ചേർത്ത് വെച്ച് നിൽക്കേണ്ടവരാണ് ബാക്കിയുള്ള മുഴുവൻ സത്യവിശ്വാസികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാൻ കഴിയും, മാ മിൻ അയ്യാമിൽ അമലി സ്വാലിഹി ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം അൽ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയങ്കരമായ അമൽ സ്വാലിഹാത്തുകൾ ഈ 10 ദിനങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ മറ്റൊന്നില്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അയ്യാമുൽ അശ്റിൽ ഈ പുണ്യകരമായ 10 ദിനങ്ങളിൽ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിനങ്ങളിൽ ചെയ്യുന്ന ഉജ്ജ്വലമായ സ്വാലിഹായ കർമ്മങ്ങൾ, അതാണ് അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അന്നേരം സഹാബാക്കൾ ചോദിച്ചു, വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, നബിയെ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം, പോരാട്ടവും അതിൽ ഉൾപ്പെടുകയില്ലേ? അതും ഇതിനേക്കാൾ മഹത്തരമായി വരികയില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സാധാരണ ജിഹാദും അതിൽ ഉൾപ്പെടുകയില്ല. പക്ഷേ ഒരാൾ ഒഴികയില്ല, റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ മിൻ ദാലിക ബിശൈ, അദ്ദേഹം തന്റെ സമ്പത്തും ശരീരവും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച്
പടച്ചവന്റെ മാർഗത്തിൽ പോരാട്ടത്തിന് ഇറങ്ങിപ്പോയി തിരികെ വരാത്ത, അള്ളാഹുവിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച രക്തസാക്ഷിയായവൻ ഒഴികെ ബാക്കി ആരുടെ ഒരു കർമ്മവും ഈ ദിവസത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ മഹത്തരമായിട്ടില്ല. സഹോദരങ്ങളെ, അവിടെ പണം മുടക്കി ആരോഗ്യത്തോടുകൂടി സത്യവിശ്വാസികൾ ഹജ്ജിന് വേണ്ടി സമ്മേളിക്കുമ്പോൾ നമുക്ക് പണം മുടക്കില്ലാതെ വലിയ ആരോഗ്യം ചെലവഴിക്കാതെ തന്നെ അതിനോട് താദാത്മ്യപ്പെട്ടുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്കും അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയതും സുന്നത്താക്കിയതും ഒക്കെ ആയിട്ടുള്ള ധാരാളം സാലിഹായ അമലുകളുണ്ട്. അതൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിൽ ഓരോന്നോരോന്നായി അതിൽ മത്സര ബുദ്ധിയോടെ മുന്നേറേണ്ട സന്ദർഭമാണ് ഈ സന്ദർഭം. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ, അബൂദാവൂദും നസായിയും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയപ്പെട്ട ദിനങ്ങളിൽ ദുൽഹജ്ജ് മാസത്തിലെ 9 ദിനങ്ങളിൽ നോമ്പ് നോൽക്കുമായിരുന്നു എന്നൊരു ഹദീസ് കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അതിനെ നിഷേധ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിലും ആ ഹദീസുകളെ ജംഅ് ചെയ്തുകൊണ്ട് അതിനെ സംയോജിപ്പിച്ചുകൊണ്ട് ഹദീസിന്റെ പണ്ഡിതന്മാർ അതിനെപ്പറ്റി ഈ ദുൽഹജ്ജ് 9 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്നത് സുന്നത്താണ് എന്ന് തന്നെ പ്രസ്താവിച്ചതായി കാണാൻ കഴിയും. സഹോദരങ്ങളെ, അമലു സ്വാലിഹാത്തുകൾ ഏത് തന്നെയായാലും, നമസ്കാരമായാലും, നോമ്പായാലും, സക്കാത്തായാലും, സദഖയായാലും, ദിക്റായാലും, ദുആയായാലും, സ്വലാത്തായാലും, കുടുംബ ബന്ധങ്ങൾ ചേർക്കലായാലും, രോഗികളെ പരിചരിക്കലായാലും, പിണക്കങ്ങൾ തീർക്കലായാലും, പരസ്പരം അനുരഞ്ജനം ഉണ്ടാക്കലായാലും, പാവങ്ങൾക്ക് വേണ്ടി അവരുടെ സമുദ്ധാരണത്തിന് വേണ്ടി പണിയെടുക്കലായാലും, അങ്ങനെ എന്തെല്ലാം എണ്ണിയാൽ ഒടുങ്ങാത്ത സൽക്കർമ്മങ്ങളുണ്ടോ അതെല്ലാം മത്സര ബുദ്ധിയോടെ ചെയ്തു കൂട്ടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളോട് എന്തെന്നില്ലാത്ത സ്നേഹമുണ്ടാകും, അല്ലാഹു നമ്മളോട് പ്രിയമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശുഷ്കാന്തി കാണിക്കേണ്ട വളരെ നിർണായകമായ സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അതിന്റെ ആശയങ്ങൾ പഠിക്കുക, ഹദീസുകൾ പാരായണം ചെയ്യുക, ഹദീസ് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക, സഹാബാക്കളുടെ ജീവിതം വായിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വായിച്ച് മനസ്സിലാക്കുക, അങ്ങനെ തുടങ്ങി വൈജ്ഞാനികമായ കാര്യങ്ങൾക്ക് പരിപോഷണം നേടേണ്ട സന്ദർഭമാണിത്. അതുപോലെ മറ്റ് ഇബാദത്തുകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഫർള് നമസ്കാരങ്ങൾ ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കിതൊക്കെ ഒരു പരിശീലനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ സന്ദർഭങ്ങൾ നമുക്ക് നിശ്ചയിച്ച് നൽകിക്കൊണ്ട്, നമുക്ക് പ്രത്യേകമായ ഓഫറുകൾ നൽകിക്കൊണ്ട്, നമുക്ക് പ്രത്യേകമായ നിലയിലുള്ള പ്രോത്സാഹനങ്ങളും സമ്മാനങ്ങളും നിശ്ചയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൽക്കർമ്മങ്ങളിലേക്ക്, ഈമാനിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി സന്ദർഭങ്ങൾ ഒരുക്കുകയാണ്. റമദാനിന് ശേഷം നമുക്ക് വന്നു കിട്ടിയ വലിയ അവസരം. അപ്പോൾ ഇതൊന്നും പാഴാക്കാതിരിക്കാൻ പ്രത്യേകമായി എല്ലാവരും ശ്രദ്ധിക്കണം. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രബലമായ ഒരു സുന്നത്ത് നോമ്പാണ് അറഫ നോമ്പ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഖതാദ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഇല അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തിലെ നോമ്പിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ അന്വേഷിച്ചു, എന്താണ് അതിന്റെ പ്രാധാന്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവനും അത് പ്രായശ്ചിത്തമായിരിക്കും ആ നോമ്പ്. അതിനെ മായ്ച്ചു കളയും, എല്ലാ പാപങ്ങളെയും മായ്ച്ചു കളയും. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകും, അതിന് പ്രായശ്ചിത്തമായി ഭവിക്കും ഈ അറഫ നോമ്പ്. മാത്രമല്ല വൽ ബാഖിയ, ശേഷിക്കുന്ന ദിനം, നമ്മളിപ്പോ അവശേഷിച്ചിരിക്കുന്ന, നമ്മൾ കഴിഞ്ഞുകൂടുന്ന ഈ വർഷം, ഈ വർഷത്തിലെയും പാപങ്ങൾ അല്ലാഹു പുറത്തു തരാൻ വേണ്ടി കാരണമായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ നോമ്പാണ് അറഫ നോമ്പ്. അറഫ അൽ ഹജ്ജു അറഫ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് ഹജ്ജ്. അറഫയിൽ നിൽക്കാത്തവന് ഹജ്ജേ ഇല്ല. അറഫയിൽ അല്പമെങ്കിലും ആ സമ്മേളനത്തിൽ കൂടാത്ത ഒരാൾക്ക് ഹജ്ജേ ഇല്ല. യാതൊരു പരിഹാരവും അതിനില്ല. അപ്പൊ അത്രമാത്രം പ്രധാനപ്പെട്ട ആ അറഫ സംഗമം അവിടെ നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അറഫ നാളെയാണ്. നാളെ ഉച്ച മുതൽ ആരംഭിക്കുകയാണ്. അപ്പൊ അറഫ സംഗമം അവിടെ നടക്കുമ്പോ നമുക്ക് അതിനോട് മാനസികമായി താദാത്മ്യപ്പെടാൻ, അതിനോട് ഈമാനികമായി നമുക്ക് ലയം പ്രാപിക്കാൻ ഉള്ള ഒരു സന്ദർഭമാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം, നമ്മുടെ ആളുകൾ ചോദിക്കാറുണ്ട്, അറഫ നോമ്പ് എന്നാണ്? ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏറ്റവും വലിയ ചോദ്യത്തിൽപ്പെട്ടതാണ്. അറഫ നോമ്പ് എന്നാണ് എന്ന് ചോദിക്കാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുൽഹജ്ജ് 8 ആവുകയുള്ളൂ. നാളെ മറ്റന്നാളാണ് ദുൽഹജ്ജ് 9. അപ്പോ ഞായറാഴ്ചയാണ് നമുക്ക് ദുൽഹജ്ജ് 9 വരിക. നമ്മൾ ദുൽഹജ്ജ് 10 പെരുന്നാൾ ആഘോഷിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ദുൽഹജ്ജ് 9 ഞായറാഴ്ചയായിട്ടാണ് വരിക. അന്നാണ് അറഫ നോമ്പ് എന്ന് നമുക്ക് ആ പ്രമാണബദ്ധമായി നമുക്ക് പറയേണ്ടി വരും. എന്നാൽ അറഫയിൽ സമ്മേളിക്കുന്ന ആളുകൾ, അവിടെ ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്നു. ആ അറഫയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ നോമ്പ് നിൽക്കുന്നത്. അറഫ നോമ്പ് എന്നാണല്ലോ ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോ നമ്മൾ അതിനോടൊരു വൈകാരികമായ ബന്ധമുണ്ടല്ലോ. എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റുമോ? പിടിച്ചോളൂ. ദുൽഹജ്ജ് 9 വരെയും നോമ്പ് പിടിക്കൽ സുന്നത്താണ്. നോമ്പ് പിടിക്കാം, അനുവദനീയമാണ്. അപ്പൊ ആ ഒരു വികാരത്തോടെ, സ്പിരിറ്റോടെ പിടിക്കുന്നവർ പിടിച്ചുകൊള്ളട്ടെ. അപ്പൊ ഇതൊക്കെ ഫിഖ് എന്ന് പറയുന്നത് വിശാലമാണ്, സങ്കുചിതമല്ല. അങ്ങനെയാവാവൂ, ഇങ്ങനെയാവാവൂ. അതിലെ ആനുകൂല്യങ്ങളും അനുവാദങ്ങളും അതിന്റെ വിശാലത ഉള്ളിടത്തോളം കാലം അതൊക്കെ തന്നെ നമുക്ക് അനുവദനീയമായ കാര്യമാണ്, ചെയ്യാവുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെയൊക്കെ കർമ്മശാസ്ത്രപരമായ തർക്കങ്ങൾക്കപ്പുറം അനുഷ്ഠാനപരമായ വികാരങ്ങളോടൊപ്പം നിൽക്കാനാണ് ഒരു സത്യവിശ്വാസി ശ്രമിക്കേണ്ടത്. ഒരു കാര്യം നമസ്കാരമായാലും, നോമ്പായാലും, സക്കാത്തായാലും, ഹജ്ജായാലും, ഉളുവായാലും, തയമ്മുമായാലും, ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിന്റെ കർമ്മശാസ്ത്രപരമായ, അനുഷ്ഠാനപരമായ അതിന്റെ സ്വഭാവം, അതിന്റെ കൈഫിയത്ത്, അതിന്റെ രൂപമുണ്ടാകും. ആ രൂപം പരമാവധി അത് കൽപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ കിടന്ന് കടിപിടി കൂടി അതിലിങ്ങനെ വട്ടം കറങ്ങി നിൽക്കുന്ന ഒരവസ്ഥയല്ല ഉണ്ടാവേണ്ടത്. മറിച്ച് അതിനപ്പുറത്തേക്ക് അതിന്റെ ഉള്ളിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഒരു വികാരമുണ്ട്. അതിനെ ഉൾക്കൊള്ളാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സഹോദരങ്ങളെ, ആ അർത്ഥത്തിൽ അറഫയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. മിനയിലെ ഹാജിമാരുടെ സമ്മേളനത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അതേപോലെ തന്നെ ബലി കൊടുക്കുന്നതിനെ, ഉളഹിയയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അറഫ നോമ്പിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മൾ അതിനോട് താദാത്മ്യപ്പെടുന്ന നിലയിലുള്ള സംഗതികൾ, അതിൻ്റെയൊക്കെ വികാരത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നിപ്പോ മിനാ താഴ്വരയിലാണ് ഹാജിമാരുള്ളത്. മിനയെ സംബന്ധിച്ചിടത്തോളം മിനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത്, അവിടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമർപ്പണത്തിന്റെ കഥയോതുന്ന ആ മണ്ണാണ്, അന്തരീക്ഷമാണ് അവിടെയുള്ളത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണാതെ കാത്തിരുന്ന് കിട്ടിയ ഓമന പൈതലാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. പ്രായം ചെന്നതിന് ശേഷം റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചവനെ സ്വാലിഹായ സന്താനങ്ങളെ എനിക്ക് സമ്മാനമായി നൽകണമേ എന്ന് അല്ലാഹുവോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രായം ചെന്നപ്പോഴാണ് അൽഹംദുലില്ലാഹില്ലദി വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, അല്ലാഹുവേ, പ്രായം ചെന്ന് വാർദ്ധക്യത്തിലെത്തിയതിനു ശേഷം ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും എനിക്ക് സമ്മാനമായി നൽകിയല്ലോ. അങ്ങനെയുള്ള അല്ലാഹുവേ, നിനക്കാണ് സ്തുതി എന്ന്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണാതെ കാത്തിരുന്ന് കിട്ടിയ പ്രായം ചെന്ന സമയത്ത് കൊടുത്ത ഒരു ഓമന പൈതലാണ്, ഒരു സമ്മാനമാണ്, ഒരു ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആണ് ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളർന്ന് വലുതായി. ഫലമ്മ ബലഗ മഅഹു സഅയ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ഓടിക്കളിക്കാനും അധ്വാനിക്കാനും പ്രായമായപ്പോ
ഏതൊരു പിതാവിൻ്റെയും സ്വപ്നം വിടരുന്ന നിമിഷമാണ് മകൻ തന്നോടൊപ്പം അധ്വാനിക്കാൻ പ്രായമാകുന്ന ഒരു പ്രായം എന്ന് പറയും. നമുക്ക് നമ്മളെ മക്കളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. ലാളനയുടെയും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒരു പ്രായം വിട്ട് ബാപ്പയോടൊപ്പം അധ്വാനിക്കാൻ ഇറങ്ങാനും സമ്പാദിക്കാനും അതേപോലെ തന്നെ ഭാവി കരുപിടിപ്പിക്കാനും പാകമായ ഒരു പ്രായം. ആ പ്രായത്തിൽ അൽഹംദുലില്ലാഹ് എൻ്റെ മോൻ അതിൻ്റെ പേരിൽ ഏതൊരു പിതാവും അഭിമാനിക്കുകയും ആത്മസായുജ്യം കൊള്ളുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മകനെ ബലിയറുക്കാൻ വേണ്ടി പറയും. മകനെ ബലിയറുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന സ്വപ്ന സന്ദേശമായി വഹിയായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആവർത്തിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം മകനോട് കൂടിയാലോചിക്കുന്നു, മോനെ നിന്റെ അഭിപ്രായം എന്താണ്? ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറ. നിന്നെ അള്ളാഹുവിന് ബലി കൊടുക്കണമെന്നാണ് അള്ളാഹു എന്നോട് എനിക്ക് സ്വപ്ന ദർശനത്തിലൂടെ എനിക്ക് വഹി നൽകിയിരിക്കുന്നു. നിന്റെ അഭിപ്രായം ഫൻദുർ മാദാ തറ, നിന്റെ അഭിപ്രായം എന്താണ്? മോന് വേറെ സന്ദേഹമൊന്നുമില്ല, മോൻ എതിരഭിപ്രായമില്ല. അള്ളാഹ് അങ്ങനെ പറഞ്ഞോ വാപ്പച്ചി? എങ്കിൽ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, തീർച്ചയായും താങ്കൾക്ക് എന്നെ കാണാൻ കഴിയും ഒരു ക്ഷമാലുവായി ആ കൽപ്പനയ്ക്ക് കീഴ്വണങ്ങി താങ്കളോടൊപ്പം നിൽക്കുന്ന ഒരു മകനെയായിരിക്കും കാണാൻ കഴിയുക. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാം കൂട്ടിയിട്ട് നേരെ മിനാ താഴ്വരയിലേക്ക് പോകുന്ന രംഗം അവിടെയുണ്ട്, നമുക്കൊക്കെ അറിയുന്നതാണ്. അവിടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന സുന്ദരനായ സുമുഖനായ അരോഗ ദൃഢഗാത്രനായ അധ്വാനിക്കാൻ ശേഷിയുള്ള ഏതൊരു പിതാവിന്റെയും ഏറ്റവും ഇഷ്ട സ്വപ്നമായ ആ പൊന്നുമോൻ ഉമ്മ കുളിപ്പിച്ചൊരുക്കി ഡ്രസ്സ് ചെയ്ത് ബാപ്പയോടൊപ്പം പറഞ്ഞു വിടുന്നു. അത്തറം പൂശി അങ്ങനെ കടന്നു പോകുന്നു. കയ്യിൽ പിടിച്ചിട്ട് പോവുകയാണ്. ടൂർ പോവുകയല്ല, വിനോദയാത്ര പോവുകയല്ല, അള്ളാഹുവിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കാൻ പോവുകയാണ്. മൂർച്ചയുള്ള കത്തി കയ്യിലുണ്ട്. മോന്റെ കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നു. മിനയുടെ താഴ്വരയിൽ ചരിച്ചു കിടത്തി ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, രണ്ടുപേരും അള്ളാഹ്ക്ക് വേണ്ടി തങ്ങളെ സമർപ്പിച്ചു കഴിഞ്ഞു. പാർശ്വം അള്ളാഹ്ക്ക് വേണ്ടി നിരത്ത് വെച്ചു കഴിഞ്ഞു, ചരിഞ്ഞു കിടന്നു. ഉപ്പയുടെ മുഖത്ത് നോക്കിയാൽ എന്തെങ്കിലും ഒരു ശങ്ക വന്നു പോയെങ്കിലോ ചരിഞ്ഞു കിടന്നു കൊടുത്തു. കഴുത്ത് നീട്ടി അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി മിനയുടെ താഴ്വരയിൽ കിടക്കുന്ന ഒരു രംഗം നിങ്ങൾ ഓർത്തു നോക്കൂ. ഒരു ബാപ്പ, അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച ഒരു ബാപ്പ, അള്ളാഹുവിന്റെ അടുത്ത ഒരു കൽപ്പന നിറവേറ്റാൻ മൂർച്ചയുള്ള കത്തിയും പിടിച്ച് മോന്റെ ആ കണ്ടത്തിലേക്ക് നോക്കി നിൽക്കുന്ന ആ ഒരു സന്ദർഭം. ഹൃദയം പിടയ്ക്കുന്നുണ്ടാവും, കണ്ണ് തുടിക്കുന്നുണ്ടാവും. അള്ളാഹുവിനോടുള്ള സമർപ്പണത്തിന്റെ സ്നേഹത്തിന്റെ ചിന്തയിൽ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഇറ്റി വീഴുന്നുണ്ടാവും. ആ കത്തി മുറുകെ പിടിക്കും, വിറച്ചു പോകാതിരിക്കാൻ മൂർച്ചയുള്ള കത്തിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ബാപ്പ സർവശക്തിയും സർവ ഈമാനും പുറത്തെടുത്തിട്ട് ഒരു കൈ കൊണ്ട് മകന്റെ നെഞ്ചത്ത് പിടിച്ചിട്ട് ആ കഴുത്തിലേക്ക് കത്തി വെച്ചാഞ്ഞറുക്കുന്ന രംഗം. ഒരു നിമിഷവും പാഴാകരുത്, എത്രയും പെട്ടെന്ന് കഥ കഴിയണം, അള്ളാഹുവിന്റെ കൽപ്പന നിറവേറണം. അത്രമാത്രം മൂർച്ചയുള്ള കത്തിയാണ്. അങ്ങനെ മൂർച്ച കൂട്ടി കഴുത്തിലേക്ക് വെച്ച് ആഞ്ഞറുക്കുന്ന സമയം അവിടെ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുന്നുണ്ട്, മതി, നിർത്തിക്കോ. ഖദ് സദ്ദഖത റുയ ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ. നീ നിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, കൽപ്പന നിറവേറ്റിയിരിക്കുന്നു. അല്ലാഹ് നിന്നെ സിദ്ദീഖുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നീ സത്യസന്ധനാണ്. പടച്ചവന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ സമർപ്പിക്കുക ഇബ്രാഹിം, നിന്നെ സമർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോ കൊണ്ടുപോയി തീരെറിഞ്ഞു കൊടുക്കാൻ തയ്യാറായ ഇബ്രാഹിം അലൈഹിസ്സലാം. മോനെ സമർപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോ മോനെ സമർപ്പിക്കാൻ തയ്യാറായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ടുപോയി പണ്ട് മക്ക മണൽക്കാട്ടിൽ ഒഴിവാക്കാൻ പറഞ്ഞപ്പോ അതിന് തയ്യാറായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ സമർപ്പണത്തിന്റെ മുമ്പിൽ ഒരു സംശയവും ആർക്കും വേണ്ട.
ഖദ് സദ്ദഖത റുയ ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇതാ നോക്കിക്കോ, ഇതേപോലെയാണ് നാം സമർപ്പിക്കുന്നവർക്ക്, മുഹ്സിനീങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്നതെന്ന് അല്ലാഹു പറയുന്നു. അപ്പോഴുണ്ട് അതാ ചക്രവാളത്തിന്റെ വടവുകളിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മുട്ടനാടുമായി ഒരു നല്ല ഉരുവുമായിട്ട് കടന്നു വരികയാണ്. ഇതാ പിടിച്ചോ, ഇതിനെയാണ് നീ അറുക്കേണ്ടത്. അങ്ങനെ വാപ്പയും മോനും ചേർന്ന് തക്ബീർ ചൊല്ലി മലക്കുകളുടെ സാന്നിധ്യത്തിൽ അല്ലാഹുവിനെ അങ്ങേയറ്റം സന്തോഷിപ്പിച്ചുകൊണ്ട് അത്യുജ്വലമായി തക്ബീർ മുഴക്കിക്കൊണ്ട് ബലിയറുത്തു. അതാണ് ഇന്നും പിൽക്കാലക്കാരിൽ നാം അതിനെ അവശേഷിപ്പിച്ചിരിക്കുന്നു. ഇന്നും നമുക്കത് അവശേഷിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു രംഗം ഇതിനെ മനോമുഖരത്തിലേക്ക് എടുത്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഈ ചിത്രീകരണത്തെ കടത്തിക്കൊണ്ടുവന്നിട്ട് നമ്മളും ഒരു ഇബ്രാഹിം ആവണം, നമുക്കും നമ്മുടെ ഇസ്മായിൽ ഉണ്ടാകണം, ആ ഇസ്മായിലിനെ നമ്മളും ബലി കൊടുക്കാൻ തയ്യാറാവണം. അങ്ങനെ സന്നദ്ധമാകുമ്പോൾ അല്ലാഹ് ആ സ്ഥാനത്തേക്ക് നമുക്ക് മറ്റൊരു ഉരുവിനെ തരുന്നു. അതൊരാടാകാം, ഒരു മാടാകാം, ഒരു ഒട്ടകമാകാം, എന്തുമാകാം. ആ സ്ഥാനത്ത് നമ്മുടെ ഇസ്മായിലിന്റെ സ്ഥാനത്ത് ബലിയെടുക്കുമ്പോഴാണ് അത് ഉദ്ഹിയയാവുന്നത്. സഹോദരങ്ങളെ, ഉദ്ഹിയ വേറെ, ദബ്ഹ് വേറെ, നദ്ർ വേറെ. ഒരു മൃഗത്തെ അല്ലാഹ്ക്ക് വേണ്ടി നേർച്ചയാക്കി നമ്മുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി, ഒന്നുകിൽ നന്ദി പ്രകടനമായി, നേടിയ കാര്യത്തിന്റെ നന്ദി പ്രകടനമായി, അതല്ലെങ്കിൽ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി പടച്ചവന് വേണ്ടി നേർച്ചയാക്കി. ആ നേർച്ചയാക്കുന്ന മൃഗം, അതല്ലെങ്കിൽ അല്ലാഹ് ഹലാലാക്കിയ ഒരാടോ മാടോ ഒട്ടകമോ കോഴിയോ താറാവോ മുയലോ എന്തിനെങ്കിലും നമ്മൾ അറുക്കുന്നു. ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ അറുത്ത് ശരിയായ രൂപത്തിൽ അതിന്റെ കണ്ടം മുറിച്ച് നമ്മൾ ഭക്ഷണമാക്കുന്നു, ഹലാലാക്കുന്നു. അതും ഈ ഉദ്ഹിയയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ നോക്കൂ, നമുക്ക് കാണാം ഈ മൃഗം ആട് മാട് ഒട്ടകങ്ങളായിരിക്കണം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോഴിയെയോ, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ പറയും പോലെ ഇനി നിങ്ങൾക്ക് മൃഗത്തെ അറക്കാൻ പറ്റില്ല, കോഴിമുട്ട ആംബ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്താലും മതി എന്നൊക്കെ പുതിയ മസാല പറയുന്നത് കേട്ടു. അതൊന്നും പറ്റൂല. അറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞൊരു കൂട്ടർ പറഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾ കോഴി അറുത്താൽ മതി, കോഴി അറക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവിടെ കോഴിമുട്ട കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്ന പുതിയ മസാലകളൊക്കെ പേടിത്തണ്ടന്മാർ പുറത്തിറക്കുന്നുണ്ട്. അപ്പൊ അതല്ല ഇവിടെ. അതേസമയം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിശ്ചയിച്ചിരുന്നത് ആടുമാട് ഒട്ടകങ്ങളാണ്. അപ്പൊ അതേ കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള നേർച്ചയ്ക്കാണെങ്കിൽ വേറെ പലതും കൊടുക്കാം. അപ്പൊ അത് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ നിശ്ചിത ദിവസം തന്നെ കൊടുക്കണം. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് മുതൽ അയ്യാമുത്ത തശ്രീഖിന്റെ ദുൽഹജ്ജ് 13 അസ്തമയ സമയം വരെ ഇതിനുള്ള സമയമുണ്ട്. അതിനു മുമ്പ് കൊടുക്കുകയോ ശേഷം കൊടുക്കുകയോ ചെയ്താൽ അത് ഉദ്ഹിയ ആവൂല. ഈ സമയത്തിനുള്ളിൽ തന്നെ അത് കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ ഉദ്ഹിയയ്ക്ക് വേണ്ടിയുള്ള മൃഗം എന്ന് പറയുന്നത് ന്യൂനതകളില്ലാത്തതായിരിക്കണം. അതിന് മുടന്തുണ്ടാവരുത്, കുരുടുണ്ടാവരുത്, കണ്ണുപൊട്ടനാവരുത്, അതിന് മുറിവേറ്റതാവരുത്, മെലിഞ്ഞതാവരുത്. ഇങ്ങനെ 5-6 നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്വഭാവമൊന്നും അതിനുണ്ടാവരുത്. നല്ല ന്യൂനതയില്ലാത്ത, നല്ല കരുത്തുള്ള, വയസ്സൊത്ത മൃഗമായിരിക്കണം നിങ്ങൾ അറുക്കാൻ പോകുന്ന മൃഗം. അത് നല്ല തടിച്ചതും നല്ല പുഷ്ടിയുള്ളതുമായിരിക്കണം. അതിനെ കണ്ടാൽ തന്നെ ആകർഷകമായിരിക്കണം. അങ്ങനെയുള്ള മൃഗമായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അത് ഉദ്ഹിയയുടെ നിബന്ധനയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിയത്ത് ചെയ്തു കഴിഞ്ഞാൽ, ഉദ്ഹിയയ്ക്ക് വേണ്ടി നിയത്ത് ചെയ്തു കഴിഞ്ഞാൽ ദുൽഹജ്ജ് 1 മുതൽ അതിനെ അറവ് നടത്തുന്ന സമയം വരെ നിങ്ങളുടെ മുടിയോ നഖമോ ഒന്നും നീക്കരുത് എന്നതാണ്. നീക്കാതിരിക്കൽ സുന്നത്താണ്. നീക്കരുത് എന്നതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. മാത്രമല്ല, ഉദ്ഹിയ മൃഗത്തെ ആദരിക്കുക എന്നുള്ളത് ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. സാധാരണ ഒരു മൃഗത്തെ പോലെ അല്ല അതിനെ കാണേണ്ടത്. അതിനെ തൊടലും തലോടലും അതിന്റെ കൂടെ നിൽക്കലും ഒക്കെയായിട്ട് അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടാണ് അതിനെ കാണേണ്ടത്. അതിനെ കാണുമ്പോൾ തക്ബീർ ചൊല്ലലൊക്കെ സുന്നത്താണ്.
അപ്പൊ ഈ അർത്ഥത്തിൽ ഒരു പ്രത്യേകതയുള്ള ഒരു സംഗതിയാണ് ഉളഹിയ എന്ന് പറയുന്നത്. സാധാരണ നാട്ടിൽ നടക്കുന്ന ഒരു ബലിമാംസ, ഒരു സാധാരണ നാട്ടിൽ നടക്കുന്ന ഒരു നേർച്ച മൃഗം അല്ലെങ്കിൽ ഒരു സാധാരണ അറവ് പോലൊരു പരിപാടിയല്ല. ഇത് മനസ്സിൽ അതിൻ്റെതായ ആന്തോളനങ്ങൾ ഉണ്ടാക്കണം, വികാര പ്രകടനങ്ങൾ ഉണ്ടായി വരേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പുഷ്ടിയുള്ള മൃഗം, ഈ മൃഗത്തെ സംബന്ധിച്ചിടത്തോളം ആട്, മാട്, ഒട്ടകങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് മനുഷ്യരുമായിട്ട് ഭയങ്കരമായി ഇണങ്ങുന്നതാണ്. വളർത്തു മൃഗങ്ങളാണ് ഇതൊക്കെ. മനുഷ്യരുമായിട്ട് അങ്ങേയറ്റം ഇണങ്ങുന്നതാണ്. സ്വന്തം മക്കളെ പോലെയാണ് ചിലർക്ക് മൃഗങ്ങളെ കാണുന്നത്. ആടിനെയും അതേപോലെ തന്നെ പോത്തിനെയും കാളയും പശുവും അതുപോലെ ഒട്ടകങ്ങളും, ഇതിനെയൊക്കെ ആളുകൾ സ്വന്തം മക്കളെ പോലെ ലാളിച്ച് തോളിൽ കൈയിട്ട് തട്ടി തലോടി ചുംബിച്ച് അതിനൊക്കെ ഉമ്മ വയ്ക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആ നിലയിൽ കാണുന്നവരുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ആ മൃഗം ഇങ്ങോട്ട് വഴങ്ങുകയും ചെയ്യും, ഇവർക്ക് അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കാനും കഴിയും. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായ വമ്പിച്ച സ്നേഹ വാത്സല്യം, അത് അള്ളാഹുവിനേക്കാൾ വലുതായി പോകുന്നു എന്ന് തോന്നുമ്പോ അതിനെ താഴെ ഇറക്കേണ്ടതുണ്ട്. അള്ളാഹ് പറയുന്നു ആ ബന്ധം മുറിച്ചു മാറ്റണം എന്നതുപോലെ നമുക്കും അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിക്കുന്നതിന്, പടച്ചവന് ജീവനും ജീവിതവും സമർപ്പിക്കുന്നതിന് തടസ്സമായി വരുന്ന പലതരത്തിലുള്ള ഭൗതിക ബന്ധങ്ങൾ ഉണ്ടാവും. ആ ബന്ധങ്ങളെ അതിൻ്റെതായ സ്ഥാനത്ത് നിലയ്ക്ക് നിർത്തി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. മാതാപിതാക്കളാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, വീടാകാം, കച്ചവടമാകാം, തൊഴിലാകാം, ഉദ്യോഗമാകാം, നമ്മുടെ ഭാര്യയാകാം, എന്തുമാകാം. പരിശുദ്ധ ഖുർആൻ ചോദിച്ചല്ലോ, ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു തആല പറയുന്നുണ്ട്, എന്താണ്? 8 കാര്യങ്ങൾ എണ്ണി പറയുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ സമ്പാദ്യം, നഷ്ടം സംഭവിച്ചേക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ വ്യാപാര വ്യവസായ കച്ചവട സാധന സാമഗ്രികൾ, സ്ഥാപനങ്ങൾ, നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ ഭവനം, നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ കാര്യം. ഇതൊക്കെ അള്ളാഹുവിന്റെ സമ്മാനങ്ങളാണ്. അതിനെ അതാതിന്റെ സ്വഭാവത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഹലാലാണ്, പുണ്യകരമാണ്. എന്നാൽ അതെല്ലാം നമുക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറി. എത്രത്തോളം ഏറെ പ്രിയപ്പെട്ടതായി? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. അള്ളാഹുവിനേക്കാൾ നമുക്കിഷ്ടം നമ്മുടെ കച്ചവടം, നമ്മുടെ വ്യാപാരം, നമ്മുടെ തൊഴിൽ, നമ്മുടെ ഉദ്യോഗം, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മറ്റുള്ള വാഹനങ്ങൾ, നമ്മുടെ സാധന സാമഗ്രികൾ, ഇതൊക്കെയാണ് അള്ളാഹേക്കാൾ സ്നേഹം. റസൂലിനേക്കാളും അവയോടൊക്കെയാണ് സ്നേഹം. അള്ളാഹ്ക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, റസൂലിന്റെ ദീനിനും എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, എന്റെ കച്ചവടത്തിനും വീടിനും പറമ്പിനും ഒന്നും സംഭവിക്കരുത്. അള്ളാഹുവിനേക്കാൾ, അവന്റെ റസൂലിനേക്കാൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും ഉപയോഗിച്ച് ധർമ്മ സമരം നടത്തുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രിയങ്കരം നിങ്ങളുടെ മാതാപിതാക്കളും മക്കളും ജീവിതവും കൊട്ടാരവും നിങ്ങളുടെ ഉദ്യോഗവും നിങ്ങളുടെ മറ്റ് ഭൗതിക സംവിധാനങ്ങളുമാണോ എങ്കിൽ കാത്തിരുന്നോളൂ, കാത്തിരുന്നോളൂ. അള്ളാഹുവിന്റെ ശിക്ഷാ നടപടി വരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നോളൂ. അള്ളാഹു തആല ഈ പാപികളെ നേരായ വഴിയിലാക്കൂല. സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് വലിയ പാഠം. ഈ ആയത്തിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമർപ്പണവുമായി ചേർത്ത് വെക്കേണ്ട ആയത്താണ്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹ്ക്ക് വേണ്ടി സകലതും സമർപ്പിച്ചു മുമ്പോട്ട് പോയി. ഒരു വേള കാണാതെ കാത്തിരുന്ന് കിട്ടിയ ഒരു ഓമന പൈതലിനെ സ്നേഹിച്ച് ലാളിച്ചു വളർത്തി വലുതാക്കി സ്വപ്നങ്ങൾ പൂവണിയാൻ പാകമായ ഒരു പ്രായമായപ്പോ അല്ലാഹു തആല എല്ലാം സമർപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മനസ്സിൽ അള്ളാഹയെക്കാളും റസൂലിനെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജീവിതം സമർപ്പിക്കുന്നതിനേക്കാളും പ്രിയങ്കരം തന്റെ മോനോടായി പോയോ? അല്ല, അത് തെളിയിക്കേണ്ടതുണ്ട് എന്നുള്ള തീരുമാനിച്ചത് കൊണ്ട് തന്നെ മോനെ എന്നാൽ ബലിയെറുക്കാൻ വേണ്ടി പറയുന്നു. അല്ലാതെ നരബലിയിലൂടെ മനുഷ്യപുത്രനെ ബലി കൊടുത്തിട്ട് ദൈവപ്രീതി എന്ന സങ്കല്പം പരിശുദ്ധ ഇസ്ലാമിലില്ല. മനുഷ്യനെ ദ്രോഹിച്ചിട്ട് അങ്ങനെ അള്ളാഹയെ പ്രീതിപ്പെടുത്തുന്ന ഒരു പരിപാടി ഇസ്ലാമിലില്ല. അപ്പൊ ആ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ മോനല്ല, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ എന്ന് പ്രഖ്യാപിച്ചു. നമുക്കും പറയാൻ കഴിയണം, നമ്മുടെ ഇസ്മായിൽ ഏതാണ്? അത് നമ്മുടെ പുത്രനോടുള്ള വാത്സല്യമായി കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഭാര്യയോടുള്ള സ്നേഹമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിനോടും പറമ്പിനോടുമാകാം, നമ്മുടെ ഏക്കർ കണക്കിന് കിടക്കുന്ന വസ്തുവകകളോടാകാം, നമ്മുടെ ഉദ്യോഗത്തോടാകാം, നമ്മുടെ തൊഴിലിടത്തോടാകാം, നമ്മുടെ മറ്റുള്ള സംവിധാനങ്ങളോടാകാം, ഉദ്യോഗത്തോടാവാം. എന്താണോ നമുക്ക് അല്ലാഹയേക്കാൾ റസൂലിനേക്കാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവനും ജീവിതവും സമർപ്പിക്കുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും പ്രിയങ്കരമായി നമുക്ക് തോന്നുന്നത്, അതാണ് നമ്മുടെ ഇസ്മായിൽ എന്ന് സാങ്കേതികമായി നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ ബലി കൊടുക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുത്രവാത്സല്യമായി കൊള്ളണമെന്നില്ല. എന്താണോ ഏറ്റവും അഹബ്ബായിട്ടുള്ളത് അതിനെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി അതിനോട് ഹുബ്ബാവാം, അഹബ്ബാവരുത്. സ്നേഹമാകാം, ഏറ്റവും പ്രിയങ്കരമായതാവരുത്. ഇതൊക്കെ കൈവിട്ടു പോയാലും എനിക്കൊന്നും സംഭവിക്കാനില്ല. അള്ളാഹ്ക്ക് വേണ്ടി, റസൂലിന് വേണ്ടി, പടച്ചോന്റെ ദീനിന് വേണ്ടി കൊടുക്കേണ്ടി വന്നാൽ എനിക്ക് പ്രശ്നമില്ല. എന്റെ സമ്പത്ത്, എന്റെ ശരീരം, എനിക്കുള്ള എല്ലാം അള്ളാഹ് തന്ന സമ്മാനങ്ങളാണ്. പടച്ചോൻ ചോദിച്ചാൽ തിരിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിലിനെ ബലി കൊടുക്കാൻ തയ്യാറായതിലൂടെ പ്രഖ്യാപിച്ചത്. അപ്പോഴാണ് തക്ബീർ പുറത്തു വന്നത്. തക്ബീറിന്റെ ഉറവിടം അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണത്തിൽ നിന്നാണ് വന്നത്. അത് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണത്തിൽ നിന്നാണ് വന്നത്. എവിടെ നിന്നാണോ ഉറവ പൊട്ടിയത് ആ തക്ബീറിനെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ചത്തു വീഴുന്ന തക്ബീറല്ല. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനേക്കാൾ, റസൂലിനേക്കാൾ, പടച്ചവന്റെ ദീനിനേക്കാൾ, അവന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കുന്നതിനേക്കാൾ എനിക്കൊന്നുമില്ല എന്ന പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ആവർത്തിച്ച് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹുവല്ലാതെ ആരാധനകളില്ല, അടിമത്തമില്ല, വിധേയത്വമില്ല. എനിക്ക് എന്റെ റബ്ബ് മാത്രമാണ് എന്റെ ആരാധ്യൻ എന്ന പ്രഖ്യാപനം അത് പുലരുന്നത് നമ്മുടെ ബലിയിലൂടെയാണ്, ഉദഹിയയിലൂടെയാണ് സഹോദരങ്ങളെ. അപ്പോഴാണ് അല്ലാഹ് എന്ത് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ ജീവിതം തിരിച്ചു തരുന്നത്. നമ്മൾ അല്ലാഹ്ക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാനുള്ള സന്നദ്ധത മനസ്സിൽ കാത്തുവച്ചോ? അതിന്റെ മറുഭാഗത്ത് കഴിഞ്ഞയാഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ സമർപ്പണം അതൊരു നാശമല്ല, അതൊരു സംഹാരമല്ല, അതൊരു നാശമല്ല, മറിച്ച് അതൊരു നിർമ്മാണമാണ്. അതിന്റെ മറുഭാഗത്ത് നിന്ന് കടന്നു വരുന്നത് എന്താ? നീ എല്ലാം അല്ലാഹ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോ നിനക്ക് അപ്പുറത്ത് നിന്ന് വന്നത് മുട്ടനാടാണ്. ജീവിതം അവിടെ തകർക്കപ്പെട്ടു പോയില്ല. നിന്റെ ജീവിതം മരുഭൂമിയിൽ ഇപ്പോ കരിഞ്ഞു തീരുമെന്ന് തോന്നിയ നിമിഷം അല്ലാഹുവിനെല്ലാം അർപ്പിച്ചപ്പോ അവിടെ നിന്ന് സംസമാണ് ഉറവ പൊട്ടിയത്, പ്രതീക്ഷയുടെ സംസം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇതാ അഗ്നികുണ്ഡത്തിൽ എരിഞ്ഞൊടുങ്ങുമെന്ന് എല്ലാവരും നോക്കി നിന്നപ്പോ ഇല്ല, അന്തസ്സിന്റെ, അഭിമാനത്തിന്റെ, ആഭിജാത്യത്തിന്റെ ഒരു ജീവിതം കൈയെടുത്തുയർത്തി കാണിച്ചുകൊണ്ട് കടന്നു വന്നു ജീവിതത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് നമുക്ക് ദുനിയാവിന്റെ അടിമകളായി നമ്മൾ മാറരുത്, അള്ളാഹുവിന്റെ അടിമകളായി മാറണം. അള്ളാഹുവിന്റെ അടിമകളായി മാറണം, ദുനിയാവിന്റെ അടിമകളായി മാറരുത്. എന്നാൽ ജീവിതം ദുസ്സഹമായി പോകും, ജീവിതം പരീക്ഷണങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടു പോകും, താങ്ങാനാവാത്ത ദുരന്തങ്ങളിലേക്ക് നമ്മൾ ചെന്ന് പതിച്ചു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം കൊടുക്കിൻ, സമർപ്പിക്കിൻ. അള്ളാഹുവിനേക്കാൾ, റസൂലിനേക്കാൾ, പടച്ചവന്റെ ദീനിനേക്കാളും ആ മാർഗത്തിലുള്ള സമർപ്പണത്തെക്കാളും എനിക്ക് മറ്റൊന്നും വലുതായില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗ ജീവിതത്തെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹാജറിന്റെ ജീവിതത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാൻ സാധിക്കണം.
നിങ്ങൾ ബലി കൊടുക്കുന്ന ബലിമാംസത്തിന്റെ ചോരയും മാംസവും അല്ല അള്ളാഹുവിലേക്ക് പോകുന്നത്. പടച്ചവൻ അതിലേക്കല്ല നോക്കുന്നത്. പാവങ്ങൾക്ക്, സാധുക്കൾക്ക്, തടവുകാർക്ക്, ദരിദ്രർക്ക് അതിന് നിങ്ങൾ കൊണ്ടുപോയി തീറ്റിക്കണം. പക്ഷേ ആ മാംസവും ആ രക്തവുമല്ല അള്ളാഹുലേക്ക് എത്തുന്നത്. വലക്കിൻ യനാലുഹു തഖ്വ മിൻകും. അത് നിർവഹിച്ചപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറവ പൊട്ടിയ ഒരു തഖ്വയുണ്ടല്ലോ, ഒരു പടച്ചവനെ കുറിച്ചുള്ള വിചാരമുണ്ടല്ലോ, ആ ഒരു സമർപ്പണത്തിന്റെ മനോവികാരമുണ്ടല്ലോ, അതാണ് അല്ലാഹുവിലേക്ക് എത്തുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന മനോഭാവത്തോടെ, അല്ലാഹുവിനേക്കാൾ വലുതായി, അവന്റെ റസൂലിനേക്കാൾ വലുതായി, അവന്റെ ദീനിനേക്കാൾ വലുതായി എനിക്ക് മറ്റൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിൽ ഇങ്ങനെ പരീക്ഷണങ്ങളിലൂടെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അറഫ സംഗമത്തിൽ മനുഷ്യാവകാശ വിളംബരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. മുഴുവൻ സ്ത്രീകളുടെ, തൊഴിലാളികളുടെ, സാധാരണ മനുഷ്യരുടെ, സത്യവിശ്വാസികളുടെ എല്ലാവരുടെയും അവകാശങ്ങളെ കുറിച്ച്, ബാധ്യതകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളംബരം ചെയ്യുകയായിരുന്നു. അതാണ് അല്ലാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞാൽ അറഫ നോമ്പിലൂടെ നമ്മൾ മനുഷ്യരോടുള്ള ബാധ്യതകൾ നിറവേറ്റാനുള്ള സന്നദ്ധതയും, എവിടെയെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ തിരുത്താൻ, മറ്റുള്ളവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരുടെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധരാവുകയും ചെയ്യുക എന്നതാണ് അറഫയുടെ സന്ദേശമായി വരുന്നത്. അൽഹംദുലില്ലാഹ്, ഇന്ന് ലോകത്തെ ഏറ്റവും അധികം മനുഷ്യാവകാശം ചവിട്ടിമെതിക്കപ്പെടുന്ന ഫലസ്തീന്റെ മണ്ണിൽ ഹമാസും ഇസ്രയേലും തമ്മിൽ ഒരു സമാധാനത്തിന്റെ കരാർ UN മുൻകൈയെടുത്ത് അമേരിക്ക മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇസ്രയേലിന് കുറെയൊക്കെ പരാജയം കൂടി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു കരാറാണത്. അങ്ങനെ ആ നിർബന്ധിതാവസ്ഥയിൽ ആ കരാറിൽ ഏർപ്പെടാൻ പോകുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അല്ലാഹു തആല പൂർണ്ണമായും അത് കബൂൽ ചെയ്യുമാറാകട്ടെ. ഫലസ്തീനികൾക്ക് അല്ലാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്സത്തോടെ ലോകത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ അവർക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. ബൈത്തുൽ മുഖദ്ദസ് അല്ലാഹു എത്രയും പെട്ടെന്ന് മുസ്ലിം ലോകത്തിന് തിരിച്ചു നൽകുമാറാകട്ടെ. ഫലസ്തീൻ മണ്ണിനെ അല്ലാഹു സ്വതന്ത്രമാക്കി തരുമാറാകട്ടെ. അവിടെ രക്തസാക്ഷികളായ മുഴുവൻ സഹോദരങ്ങളുടെയും ഷഹാദത്ത് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവിടെ വിധവകളായി കിടക്കുന്ന അനാഥരായ മക്കൾ അല്ലാഹു അവരെല്ലാം ഏറ്റെടുത്തവർക്ക് സന്തോഷവും സമാധാനവും പൂർണ്ണമായ ജീവിതവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനെ പുനർനിർമ്മിക്കാൻ അല്ലാഹു അവരെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വലയുന്നവർ, അതേപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, മക്കളില്ലാത്തവർ, അതേപോലെ കടം കൊണ്ട് വലയുന്നവർ, നാനാജാതി വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് വലയുന്നവരുടെ സകല രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പുണ്യമായ മസ്ജിദ് ഷൊർണൂർ ജുമാ മസ്ജിദ് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാഹുവേ. അതിനുവേണ്ടി ആരെല്ലാം സംഭാവനകൾ അർപ്പിക്കുന്നുവോ, സംഭാവന ചെയ്തു കഴിഞ്ഞോ, ചെയ്യാൻ വിചാരിക്കുന്നു, എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ. ഒരു പൈസ പോലും, ഒരു നയാ പൈസ പോലും പ്രതിഫലം നൽകാതെ നീ വിടല്ലേ അല്ലാ. അതിനെല്ലാം അത്യുന്നതമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ സകല കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ. പടച്ചവനെ, തടവറകളിൽ അടയ്ക്കപ്പെട്ട അന്യായമായി ജയിലറകളിൽ കിടക്കുന്ന സഹോദരങ്ങളെ എത്രയും പെട്ടെന്ന് നീ മോചിപ്പിക്കണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാ. അക്രമികളായ ഭരണാധികാരികളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.